നമസ്കാരം യോദ്ധാക്കളെ. നമ്മൾ പുതുവർഷത്തിൻ്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസം ഫർഷിന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്നേഹവിരുന്നിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഫർഷിന ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഭാവിയിലും തുടർന്ന് നിങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും നൽകാൻ കഴിയുന്ന രീതിയിൽ ഫർഷിന ഗ്രൂപ്പ്സിൻ്റെ MD അഷ്റഫ് അൽവിസ, ഡയറക്ടർ നജില അഷ്റഫ്, നമ്മുടെ യങ് CEO ഫാത്തിമ അസ്ന, എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. They are my disciples. ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തത് യോദ്ധാക്കളെ എന്നാണ്. എന്താണ് ഞാൻ യോദ്ധാക്കളെ എന്ന് പറയാൻ കാരണം? ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും യുദ്ധഭൂമിയിലാണ്. ആം ഐ റൈറ്റ്? ആണോ? ആണ്. അവിടെ നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ചാൽ പോരാ. ആധുനിക കാലഘട്ടത്തിൽ ശരീരവും കൂടി സജ്ജമാവണം. അതും പോരാ. ഇപ്പോൾ 24 hours മൈൻഡ് കൂടി ക്ലബ് ചെയ്തെങ്കിൽ ഇന്നത്തെ ആധുനിക ലോകത്തിൽ നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് എന്ത് പറയാൻ പറ്റുള്ളൂ? ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആധുനിക ലോകം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യം. ഇവരെ ഈ ലീഡേഴ്സ് 3 പേരും ഇത് നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നാളെ വരും വർഷങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. മാത്രമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അടിച്ചേൽപ്പിക്കുക, അത് വിൽക്കുക എന്നുള്ള ഒന്നല്ല ഇന്നത്തെ കാലത്ത് നടക്കുന്ന രീതി. ഇപ്പോൾ നമുക്കൊരു കമ്പനിയും ഡീലേഴ്സും എങ്ങനെയായിരിക്കണം? ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കും. നിങ്ങളൊരു ഡീലറെ കണ്ടെത്തി നിങ്ങൾ ആ ഡീലറായി മാത്രം നിൽക്കില്ല, കമ്പനിയുടെ പാർട്ടായി കൂടി നിൽക്കുക ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്കും ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ, കമ്പനിക്കും വളരാൻ പറ്റുള്ളൂ. കമ്പനി വളരണമെന്നുണ്ടെങ്കിൽ ഡീലേഴ്സ് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഡീലേഴ്സ് വളരണമെങ്കിലും കമ്പനി ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, വേണ്ടേ? അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തായാലും പേരെന്തായാലും പറഞ്ഞു? പേരെന്തായാലും? വിഷ്ണു. Could you please come to here, sir? Come. He's young businessman. No. Okay. Thank you. നമുക്ക് വളരെ സുമുഖനായ ഒരു ബിസിനസ്സുകാരനെ തന്നെ കിട്ടിയിരിക്കുകയാണ്. യങ്സ്റ്ററാണ്. അപ്പോൾ നിങ്ങളാരും മോശമാണെന്നല്ല അർത്ഥം. അപ്പോൾ ഇദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വേണ്ടി ഈ മൈൻഡ് എങ്ങനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്കത് വ്യക്തമായ രീതിയിൽ വെയിറ്റ് ചെയ്യാൻ, ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനും കൂടി അത് ഉപകരിക്കും. പ്രവർത്തിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ടാണ് അവൻ ശക്തനാണെന്ന് പറയുന്നത്. അതേസമയത്ത് മറ്റുള്ള മൃഗങ്ങളായാലും മറ്റ് ജീവികളാണെങ്കിലും അവന് ചിന്തിക്കാനോ ഇംപ്രൂവ് ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ശക്തി അവർക്കില്ല. ആ നായ സാറ് വരുമ്പോ വാലട്ടും, തീർച്ചയായും ഞാൻ വരുമ്പോ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പൊ അതിന് ചിന്തിക്കാനുള്ള ശേഷിയില്ല. അല്ല, കാരണം അതിന് ഒരു നിശ്ചിത കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റും. നായ്ക്കവയെ അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചില പുസ്തകങ്ങൾ പഠിക്കുന്നില്ല, ചില നല്ല നല്ല ആളുകളൊക്കെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിപ്പുകൾ നമ്മുടെ തലയിലുണ്ട്, മനുഷ്യന്റെ തലയിലുണ്ട്, ബുദ്ധിയിലുണ്ട്. അത് വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ ഉത്തേജിപ്പിക്കണം. ഓക്കെ. എന്റെ ചോദ്യം, ഓടിയിട്ട് പൂച്ചയെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഒരു പാമ്പിനെ നമുക്ക് ഒരു ഉപകരണം, നമ്മൾ അശക്തരായിട്ടും എന്തുകൊണ്ട് നമ്മൾ ലോകം ഭരിക്കുന്നു? എന്തുകൊണ്ടാണ് നമ്മൾ ലോകം ഭരിക്കുന്നത്? മലയാളം പുരിയുമാ? കൊഞ്ച പുരിയോ? മനസ്സിലായ? അല്ല, കൊതുകിന് മുന്നിൽ പോലെ നമ്മൾ തോറ്റു പോകുന്നുണ്ട്. നമ്മൾ കൊറോണ വൈറസിന്റെ മുന്നേ 2 വർഷം പകച്ചു നിന്നു അല്ലെ? പല
രോഗങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും ശക്തമായ കാര്യം യൂസ് ചെയ്യുന്ന ആരാണ്? ലോകത്തിൽ 1% ആളുകൾ. നിങ്ങൾ ഈ മൈക്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. ഐ കാണ്ട്, ഐ കാണ്ട്, ഐ കാണ്ട്. കേട്ടോട്ടെ, എല്ലാവരും കേട്ടോട്ടെ. ഐ കാണ്ട്, ഐ കാണ്ട്, ഐ കാണ്ട്, ഐ കാണ്ട്, ഐ കാണ്ട്, ഐ കാണ്ട്, ഐ കാണ്ട്. ആത്മാർത്ഥം, എനിക്ക് കഴിയില്ല, 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 എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. ഓക്കെ, ഇത് ഇനി നിങ്ങൾ ഈ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കണം. ഷുഗർ സാർ ഒന്ന് വന്നു. എടാ ഷുഗർ സാർ, ഈ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുക. എന്നിട്ട് കണ്ണടച്ചിട്ട് ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുക വേർഡുകൾ. എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല, കഴിയില്ല. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല, കഴിയില്ല എന്നാ പറയേണ്ടത്. ഈ കൈ, ഈ ശക്തിയെ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ശക്തിയെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. കണ്ണടച്ചിട്ട് പറഞ്ഞു, ഐ കാണ്ട്, 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 എനിക്ക് കഴിയില്ല, 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 കഴിയില്ല. ഓക്കെ, വേർഡ്സ് അതല്ലേ? ഓക്കെ, ഇനി ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം. യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ. പവർ പറ്റും, അത് വേണ്ട, ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. പറഞ്ഞോളൂ, യെസ് ഐ ക്യാൻ, 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 യെസ് ഐ. മൈൻഡിനോട് പറഞ്ഞു പഠിപ്പിക്കും. യെസ് ഐ ക്യാൻ, 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 യെസ് ഐ. എനിക്ക് എങ്ങനെ നിർത്തി പിടിക്കും? പറഞ്ഞോണ്ടിരിക്കും, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ. അങ്ങ് പറഞ്ഞോണ്ടിരുന്നു. കണ്ണടയ്ക്കും, കണ്ണടയ്ക്കും. യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ. മാക്സിമം പവർ യൂസ് ചെയ്തു. യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ. ഒരേ വ്യക്തിയുടെ ആക്ഷൻ. എന്തിന്റെ മൈൻഡിനോട് നമ്മൾ എന്ത് പറയുന്നു? യെസ് ഐ ക്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയാം. മനസ്സിനോട് പറഞ്ഞിട്ടുണ്ടോ? എന്താ മാഡത്തിന്റെ പേരെന്താ? ചെറിയ മാഡത്തിന്റെ ലക്ഷ്യം എന്താണ്? ജീവിത ലക്ഷ്യം ഇല്ല എന്തെങ്കിലും പറയണ്ടേ? എവിടെ നമ്മളെ ശ്വാസം മുട്ടലുകാരി? എന്താണ്, എന്താണ് പേരെന്താ? സുബിയ. സുബിയുടെ ലക്ഷ്യം എന്താ? ഇങ്ങനെ തന്നെ പോയാൽ മതി, ശ്വാസം മുട്ടി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം ശരീരം മെഡൽ പറഞ്ഞേ, നമ്മൾ പരാജിതരായി മാറാൻ കാരണം എന്താണ്? നമുക്ക് ലക്ഷ്യങ്ങളില്ല. നമുക്കൊരു ലക്ഷ്യം, ആഫ്റ്റർനൂൺ ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് തരും, നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു സാർ. മറന്നുപോയി. നല്ല കേട്ടിട്ടുണ്ട്. അപ്പോ ഈ പവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലീഡേഴ്സ് അഷ്റഫ് അലവി സാറ്, നജ്ല മാഡം, ഫാത്തിമ അസ്ന, ഇവര് 3 പേരും നയിക്കുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരിക്കും. അവരുടെ സേവനങ്ങളും ഇതേപോലെ പവർഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങളെ എല്ലാവരെയും ഈ മനോഹരമായ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുക എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ കർത്തവ്യം. അപ്പോ ഹൃദയപൂർവ്വം നിങ്ങളെല്ലാവരെയും ഫർഷീന ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങിലേക്കും മറ്റ് ആഘോഷങ്ങളിലേക്കും ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.